സ്നേഹാമസാണ്. നാളത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മുകളിൽ കാണുന്നത്. പോസ്റ്റർ പല ടൈപ്പ് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിനൊക്കെ ചെറിയ പോസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 2 പോസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരുന്നുണ്ട് അല്ലേ 6ാം ക്ലാസ്സിൽ. അപ്പോൾ ആ 2 പോസ്റ്റർ എന്ത് ചെയ്യണം മക്കൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗത്തോട്ടുള്ളത് നമ്മൾ എന്താണ് ചിലപ്പോൾ പഠിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, എന്താണ് നമ്മൾ ഇതിൽ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസത്തിനെ കുറിച്ചുള്ള പോസ്റ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ രൂരൂടെ പാഠത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസം എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. മിത്രതാ ദിവസമാണ്, മിത്രത്തിന്റെ സുഹൃത്തിന്റെ ദിവസമാണ് അല്ലേ. അപ്പോൾ അത് ഏതാണ് ഡേറ്റ് എന്നുള്ള കാര്യം മക്കൾ എന്തായാലും ആലോചിച്ച് വെക്കണം. എത്രയാണ്? ജൂലൈ 30 ആണ് അല്ലേ. ജൂലൈ എത്രയാണ്? 30 ആണ്, 30 ആണ്. അത് എന്തായാലും ആലോചിച്ച് വെക്കണം. മിത്രതാ ദിവസ്, ഫ്രണ്ട്ഷിപ്പ് ഡേ അന്നാണ് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അത് എഴുതി തന്നെ എൻ്റെ മക്കൾ പഠിക്കണം. നോക്കിക്കേ, സബ്കോ എല്ലാവർക്കും എന്താണ്? എല്ലാവർക്കും അന്തർരാഷ്ട്രീയ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മിത്രതാ ദിവസ് കി ഹാർദിക് ശുഭകാമനായി. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസം ഒന്നും മക്കൾ എന്ത് ചെയ്യണ്ട, ചിലപ്പോൾ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്ത് കിട്ടും, അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കിട്ടും. അതൊന്നും പേടിക്കണ്ട. പക്ഷേ ഈ ഒരാളുണ്ടല്ലോ, ലാസ്റ്റത്തെ ആള്, ഇയാളെ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഹാർദിക് ശുഭകാമനായി എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം നിറഞ്ഞ അല്ലേ, ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മളിപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ഹാർദിക് ശുഭകാമനായി എന്ന് പറയുന്നത് കേട്ടോ. ആശംസകൾ എന്നുള്ളതാട്ടോ, ആശംസകൾ എന്നുള്ളത് എഴുതുക. ഓക്കെ, ഇതെന്തായാലും എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഹാർദിക് ശുഭകാമനായുടെ എന്ത് തെറ്റിക്കരുത്, സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പോലെ വെറുതെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടെങ്കിലും മക്കൾ എഴുതുക. ജൂലൈ 30 ആണെന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ കുറച്ചെങ്കിലും മക്കൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് മറന്നു പോവാണ്ട് പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.